എന്തുകൊണ്ടാണ് ഹജ്ജിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പൂർത്തീകരണമെന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം? വഫീഹി അൻസലല്ലാഹു സുബ്ഹാനഹു വതആല, ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും അറഫ മൈതാനിയിൽ നിൽക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിപ്പ് കൊടുത്തത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗം, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ നാം ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ദീനായിട്ട് നിങ്ങൾക്ക് ഞാനിതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി കൊടുത്തത് അറഫ മൈതാനിയിൽ നിൽക്കുമ്പോഴാണ്. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് നുബുവത്തിൻ്റെ 10ാം വർഷമാണ്. അത് കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. അതിനുശേഷമാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നത്. അതിനുശേഷമാണ് ഹജ്ജ് നിയമമാക്കപ്പെടുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആയത്ത് ഇറങ്ങിയത് ഏത് അമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? നിസ്കാരത്തിൽ ആയിരുന്നപ്പോൾ ആണോ? നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണോ? അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചതിന് ശേഷമാണോ? സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോഴാണോ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആയത്തിറങ്ങിയത്?